എന്താ ഇത്ര വൈകിയത്? ചെരുപ്പ് കണ്ടില്ല. പിന്നെ എന്ത് ചെയ്തു? പുതിയൊന്നും കിട്ടാത്തത് കൊണ്ട് എന്റെ പഴയ ചെരുപ്പനി കേട്ടോണ്ട് പോകും. അമ്പലത്തിൽ പോയിട്ട് അർച്ചനയും വെടിവെടിപാട് നടത്തിയോ? പുത്തൻകുറിയിൽ ഭാർഗവന്റെ പ്രിയപത്നി ഭവാനി ഒരു വെടി, ഭവാനിയുടെ ഭർത്താവ് ഭാർഗവൻ മറ്റൊരു വെടി, പിന്നെ ഞാൻ. അങ്ങനെ ഒരു കുടുംബത്തിൽ നിന്ന് 3 വെടിവഴിപാട്. അവിടത്തേക്ക് പ്രസാദം. മോളെ, ഇന്നെങ്കിലും കുളിച്ച് വൃത്തിയായി തലയിൽ ചെമ്പരത്തിപ്പൂവും ചൂടി സുന്ദരിയായി നിൽക്കണം. എന്താണെന്നെ വിശ്വസിച്ച് ഇന്ന് നിന്നെ പെണ്ണ് കാണാൻ ഒരാൾ വരുന്നുണ്ട്. അവൻ അറിയുന്നതിന് മുമ്പ് നിന്റെ കല്യാണം നടത്തും. ഇല്ല, പാർവതിയുടെ കല്യാണം നടക്കില്ല. അത് പറയാൻ നീയാരാ? പറയാൻ ഞാനായ അതെന്നെ എനിക്ക് പറയുന്നത്. വല്ലവരെ വീട്ടിൽ വന്നിന്ന് കല്യാണം നടത്തില്ലെന്ന് പറയാൻ ഞാനായ. പാർവതി എന്റെ മുറപ്പെണ്ണാണ്. അവന്റെ മകളാണ് ഞാൻ. എന്റെ മകളാണ്. അവളെ എനിക്ക് കെട്ടിച്ചു തന്നില്ലെങ്കിൽ നാളെ രാവിലെ തൂങ്ങിയാടുന്ന നിന്റെ നിങ്ങൾ കാണുന്നത്. ഇവിടെ ആരും തൂങ്ങി മരിക്കുന്നവരെ ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ തൂങ്ങി മരിക്കാൻ പ്രേരിപ്പിക്കുന്നത്. ഞങ്ങൾക്കൊരു മകൾ മാത്രമല്ല, ഒരു മകൻ കൂടി ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് അറിയാമല്ലോ. മൂന്ന് പേരോടും കൂടി കാര്യം ഞാൻ പറഞ്ഞേക്കാം. ദൈവം കാര്യം വന്നിരിക്കുന്നത് നടക്കാൻ മാത്രമല്ല, പിന്നെ ഓടാനും കൂടി. അയ്യോ അതല്ല, അമ്മയും അച്ഛനും ഇപ്പോൾ അകത്ത് പോകാൻ. രമേശ് ചേട്ടന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം. ഭവാനി, നമുക്ക് പോകാം. രമേശ് ചേട്ടന് പുണ്ണാക്ക് വേണം. പിണക്ക് വേണോ? എനിക്കാരോട് പിണക്കമില്ല. ഏട്ടൻ എന്നെ വറുത്തുവല്ലേ? അല്ല, വെറുത്തുവല്ലേ? നീയല്ലേ എന്നെ വറുത്തത്? ഇല്ല, എനിക്കൊരു ജീവിതം ഉണ്ടെങ്കിൽ അത് രമേശ് ചേട്ടന്റെ ഒപ്പം മാത്രമായിരിക്കും. ദൈവമേ, ഇവളെന്നെ കൊലക്ക് കൊടുക്കുക. നമ്മുടെ കുട്ടിക്കാലം പാടുവരമ്പത്ത് കൂടി നമ്മൾ കൈകോർത്ത് പിടിച്ച് നടക്കുമ്പോൾ രമേശൻ കാല് വഴുതി തറയിൽ വീണു. അന്നെന്റെ തല പോയി തലയിലടിച്ചതും അന്നെന്റെ തല പോയി തലയിലടിച്ച് തലച്ചോറ് വെളിയിൽ വന്ന കഥയല്ലേ? അതെ, വെളിയിൽ വന്ന് തലച്ചോറ് കാക്ക കുത്തിക്കൊണ്ടുപോയപ്പോൾ പകരം ഹോട്ടലിൽ നിന്നും 12 രൂപ 9 പൈസയ്ക്ക് ഒരു ചോറ് വാങ്ങി തലയിൽ വെച്ച് തന്ന എന്നോട് ക്ഷമിക്കുവാൻ എന്നോട് ക്ഷമിക്കും. ഇന്നലെ വീട്ടിൽ പട്ടിണിയായിരുന്നു. വിശപ്പ് സഹിക്കാനാവാതെ തലയിൽ നിന്ന് പൊതിച്ചോറെടുത്ത് ചാളക്കറിയും കൂട്ടി ഞാൻ തിന്നു. പാർവതി തിന്നു. രമേശേട്ടനൊരു കൊതിയനാണ്, കൊതിയൻ. പാർവതി, അയ്യോ അയ്യോ, രമേശേട്ടാ, നമുക്ക് എവിടെയെങ്കിലും പോയി രക്ഷപ്പെടാം. നിൽക്കുക. ജയിൽ ജീവിതമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? സൂപ്പർ. എന്റെ ഊപ്പാട് വന്നു. അവര് നിന്നെ ദേഹോപദ്രവം വല്ലതും? ചെന്ന വഴി ജയിൽ സൂപ്രണ്ട് കാര്യമായി ഒരു ഒച്ചയടി. പിന്നെ വിധി ടോമിയുടെ ഗാനമേളയായിരുന്നു. എല്ലാം കഴിഞ്ഞ് ബോധം തെളിഞ്ഞപ്പോ ഇല്ലമ്മേ, ബോധം തെളിഞ്ഞില്ല. അവിടെ അതിന് സമ്മതിച്ചില്ല. ഇവിടെ ആരും കുറ്റവാളികളായി ജനിക്കുന്നില്ല. ഈ സമൂഹമാണ് അവരെ കുറ്റവാളികളാക്കി മാറ്റുന്നത്. നിനക്ക് ഞാൻ പഠിപ്പിച്ചു തന്ന കളരിയെടുക്കാമായിരുന്നില്ലേ? ശ്വാസം എടുക്കാൻ പറ്റിയില്ല. പിന്നെ ആ കളരി. അതെ, എവിടെ എന്റെ പഞ്ഞിക്കുങ്ങൾ പാർവതി? കുഞ്ഞിപ്പങ്ങൾ പാർവതി? ഞാൻ ഇപ്പൊ വിളിക്കാം.
വിളിക്കാം മോനെ. ആ മോനെ പപ്പ, ആ രമേശൻ ഇവിടെ വന്നിരുന്നു. എന്തിന്? പാർവതിക്കുട്ടിയെ കല്യാണം ആലോചിക്കാൻ. കൊല്ലിഞ്ഞാവനെ ചതിച്ചു. പാർവതിക്കുട്ടിയെ കാണുന്നില്ല, കൂടെ ആ രമേശിനെയും. ഇവിടെ ആരും ഒളിച്ചോടുന്നില്ല. ഈ സമൂഹമാണ് അവരെ ഒളിച്ചോടാൻ പ്രേരിപ്പിക്കുന്നത്. ഇന്ന് ഞാൻ അവനെ കുത്തി മറച്ചിരിക്കും. നിൽക്ക്. അവന്റെ കൈകൊണ്ട് ചാകാനല്ല നിന്നെ ഞാൻ വളർത്തിയത്. എനിക്ക് പോടാകത്ത്. ഭവാനി, വിളിക്കടി പോലീസിനെ. വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. നിന്നെ ഇന്ന് ഞാൻ തട്ടിപ്പോകരുത്. അനങ്ങിക്കളയും. അല്ല, അനങ്ങിപ്പോകരുത്. തട്ടിക്കളയും. അപ്പേട്ടാ, രമേശേട്ടനെ ഒന്നും ചെയ്യരുത്. ഞാൻ ഗർഭിണിയാണ്. സത്യം പറയടി, ആരാണ് ഈ ഗർഭത്തിന് ഉത്തരവാദി? ഞാൻ സതിമന്ദിരത്തിൽ സുഭദ്രയുടെ മകൻ രമേശനാണെന്ന ഈ ഞാൻ. അപ്പൊ നീയാണല്ലേ ഈ ഗർഭത്തിന് ഉത്തരവാദി? ഏയ്, ഞാനൊന്നുമല്ല. ഗർഭത്തെ കുറിച്ച് സംസാരിക്കാൻ കാരണം വെറുതെ ഗർഭത്തോട് താല്പര്യം തോന്നി, അത്ര തന്നെ. ഇതിന് ഉത്തരവാദി രമേശേട്ടൻ മാത്രമാണ്. അതെ, നീ മാത്രമാണ് ഈ ഉത്തരവാദി. നീ മാത്രമാണ് ഇതിന് ഉത്തരവാദി. ഓരോ ഞാനുമല്ല. എന്താ കാര്യം എന്താണ്? എടാ, ഇത് നാടകമാണ്, ഡയലോഗ് അല്ലേ? മര്യാദക്ക് ഡയലോഗ് പറയാം. എടാ, കമ്മറ്റിക്കാരി കാശല്ല, നാടകം തീർക്കേണ്ട കാശല്ല, ഡയലോഗ് അല്ലേ? നിർത്തണ. എന്താണ് ഇതാണ് നാടകം? നീയൊക്കെ ഒരുപാട് നാടകത്തിന്റെ പേര് പറഞ്ഞ് തോന്നിയാസം കാണിക്കണം. പ്രിയമുള്ളവരെ, ഇവിടെ ആരും വികലാംഗരായി ജനിക്കുന്നില്ല. ഈ കമ്മറ്റിക്കാരാണ് എല്ലാവരെയും വികലാംഗരാക്കി മാറ്റുന്നത്. ഞങ്ങൾ നാടകക്കാരാണ്. നല്ല സൂപ്പർ നാടകമാ. ഈ കത്തനും തട്ടിയും ലൈറ്റും വാടകയാ. നല്ല നാടകക്കാരാണ്. നല്ല സൂപ്പർ നാടകമാ. നല്ലൊരു